കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വീട്ടിലിരുന്ന് ബോറടിച്ചടി. ഞാനൊന്ന് പുറത്തൊന്ന് കറങ്ങിയാലോ എന്ന് ആലോചിക്കുക. നീ വരുന്നോ കൂടെ? ഞാൻ വരാം. എന്നാ നീ പെട്ടെന്ന് റെഡി ആയിക്കോ. ഞാൻ ദാ കാറുമായിട്ട് എത്തി. എനിക്കൊന്ന് ആന്റിയോട് ചോദിക്കുന്ന താമസേ ഉള്ളൂ. ശരി ശരി, ഓക്കെ. ഇപ്പൊ മനസ്സൊന്ന് ഫ്രീ ആകുന്നത് നല്ലതാ. ഫ്രഷായി എന്തെങ്കിലും ഐഡിയാസ് കിട്ടിയാലോ. അവളോട് വേണമെങ്കിൽ ഒരു കൺസൾട്ടിങ്ങോ ആവാം. ആന്റി, എന്റെ ഒരു ഫ്രണ്ട് ഷോപ്പിങ്ങിന് വിളിച്ചു. അവള് കാറുമായിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ. എന്താ എന്റെ മുഖം വല്ലാതിരിക്കുന്നേ? തലവേദന കുറവില്ലേ? ഇല്ല മോളെ. ആന്റി മരുന്നൊന്നും കഴിച്ചില്ല? ഇല്ല. എന്താ ആന്റി, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട മോളെ, ഞാൻ എടുത്ത് കഴിച്ചോളാം. മോള് പൊയ്ക്കോ. അത് വേണ്ട, അതിനൊക്കെയല്ലേ ഞാനിവിടെ ഉള്ളത്. ഞാൻ എടുത്തു തരാം. വാമിട്ടായിരുന്നോ ആന്റി? വേണ്ട മോളെ, ഒന്ന് ഉറങ്ങിയാൽ ശരിയാവും. എന്നാ ആന്റി കിടന്നോ. സുഖമായിട്ടൊന്ന് ഉറങ്ങുമ്പോഴേക്കും തലവേദന മാറും. അപ്പോഴേക്കും ഞാൻ മടങ്ങിയെത്താം. ശരി. മതി മതി. കണ്ണടച്ച് കിടന്നോ. എന്താ വിഷ്ണുവേട്ടാ? അല്ല, ഞാൻ അമ്മയുടെ നോക്കിയത്. ആന്റി തലവേദനയായിട്ട് കിടക്കുക. അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോവാ. വിഷ്ണുവേട്ടൻ വരുന്നോ കൂടെ? ഞാൻ നമ്മുടെ ടോണി അയക്കാം. അതാരാ? നമ്മുടെ അൽസേഷൻ നായ ആയിക്കട്ടെ. പെണ്ണെ, മേലെ ഇത്ര കൊഞ്ചലും കോയിലോട്ട് എൻ്റെ മുന്നിൽ വന്നേക്കരുത്. ഉള്ളൊരു ഷോപ്പിങ്ങും. എന്താടി ഫോൺ എടുക്കാത്തെ? ഞാനിങ്ങോട്ട് വരല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ പോസ്റ്റ് ആയിന്ന്. നിന്റെ ഒരുക്കമല്ലേ? തമാശത് മതി. നീങ്ങിരിക്കെ, പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് പോവാം. എന്താടി ഇത്ര ധൃതി? ഇവിടെ ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ഞാൻ മാറിയെന്നാ ശരിയാവില്ല. അതിനിതെന്താ പാകിസ്ഥാൻ ബോർഡറോ? ഒരു കണക്കിന് അങ്ങനെയും പറയാം. ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം ഏത് നിമിഷം ഉണ്ടാവും. വണ്ടി എടുക്കാൻ പറഞ്ഞേ. വണ്ടി എടുക്ക.
എത്രയായി? 50. ശരി. വരണം ശാരദാമ്മേ, വരണം. നമസ്കാരം രാഘവേട്ടാ. നമസ്കാരം. മോളെ ശാലിനി, ദേ അമ്മ വന്നിരിക്കുന്നു. ആ പിന്നെ എന്തൊക്കെയുണ്ട് ശാരദാമ്മ വിശേഷങ്ങള്? കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു രാഘവേട്ടാ. അമ്മേ. മോളെ. അമ്മേ. അമ്മേ. അമ്മ ശ്യാമ ഒന്നുമില്ലേ? ഹോട്ടലിൽ ആരെങ്കിലും വേണ്ടേ മോനെ? ജോലിക്കാരൊക്കെ അവധിയില്ല. എനിക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടായിട്ടല്ല. പക്ഷെ ഇന്ന് നല്ല മുഹൂർത്തമെന്ന് ജോത്സ്യം പറഞ്ഞു. മുഹൂർത്തോ? കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ജോത്സ്യനെ കണ്ട് ഒരു മുഹൂർത്തം എഴുതി വാങ്ങിച്ചു. നന്നായി. പക്ഷെ അമ്മ, എന്റെ മോളിനി തടസ്സമൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ട് ശാലിനിക്ക് വിശേഷമൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. നാട്ടുകാരല്ലല്ലോ അമ്മേ പ്രശ്നം. പിന്നെ സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന സത്യാമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക. സുസ്മിത സുസ്മിത സുസ്മിത, നിന്റെ ആരാടി അവള്? അമ്മ എന്തു പറഞ്ഞാലും ഒരു സുസ്മിത. രാഘവേട്ട ക്ഷമിക്കണം. സുസ്മിതയുടെ കല്യാണം, അവളുടെ നല്ല ജീവിതം, അതേപറ്റിയൊക്കെയാ ഇവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനും വേണ്ടി എന്ത് ബന്ധം ഇവളും സുസ്മിതയായിട്ടുള്ളത്? ശരിയാ, വിഷ്ണു സുസ്മിതയായിട്ടുള്ള കല്യാണം പറഞ്ഞു വച്ചിരുന്നതാ. കല്യാണ മണ്ഡപം വരെ അത് എത്തുകയും ചെയ്തു. അതിനിടയിൽ വിഷ്ണു ഇവളെ താലി കെട്ടി. അതോടെ തീരേണ്ടതായിരുന്നു സുസ്മിതയ്ക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം. വിഷ്ണു ഇവളെ താലി കെട്ടിയിട്ട് ഉപേക്ഷിക്കുകയൊന്നുമല്ലല്ലോ ചെയ്തത്. ഇതുപോലുള്ള പല സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പോ പിൻപോ വരനും വധുവും ഒക്കെ പിന്മാറിയിട്ടുമുണ്ട്. മോളെ, എന്ന് കരുതി അവരോ അവരുടെ ജീവിത പങ്കാളിയായിട്ട് വന്നിട്ടുള്ളവരോ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടക്കുകയല്ല. സുസ്മിതയ്ക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ആർക്കാ? നിനക്കോ സത്യാമ്മയ്ക്കോ ആണോ? എവിടെ പോയി അവളുടെ അമ്മ? അമ്മയെ പോലും ഉപേക്ഷിച്ച് അവൾ ഇവിടെ നിന്നത് എന്തിനാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ല എന്റെ ശാലിനി. വിഷ്ണു മോനെ തിരിച്ചു പിടിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാ അവളുടെ ഉള്ളിലുള്ളത്. അവക്കൊരാലോചന വന്നപ്പോ അവൾ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തതല്ലേ. എല്ലാം വിട്ടുകളയാന്ന് അന്ന് അവള് വെറുതെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും അവള് വിട്ടുകളഞ്ഞോ? ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവള്. അമ്മയുടെ നെഞ്ചിലൊരു തീക്കുണ്ടോ ആയ ഈ വീട്ടുമുറ്റത്തൊരു കല്യാണ പന്തൽ ഉയർന്നത്. അന്നൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ ഇപ്പൊ താലിയില്ല. എടി, നിന്റെ താലി ചരടിൽ പിടിമുറുക്കാൻ തക്കം പാത്ത അവൾ ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. മോളെ, സ്നേഹത്തിന്റെ പേരിൽ തോറ്റുകൊടുക്കാം, പക്ഷെ മണ്ടിയാവരുത്. അത്
അത് ഒന്നല്ല, പലവട്ടം. മോളെ, അമ്മ പറയുന്ന കേൾക്ക് നീ. അച്ഛാ, പലപ്പോഴും അച്ഛൻ്റെ നാവിൻ തുമ്പോൽ എത്തിയിട്ടും പറയാൻ കഴിയാതെ വിഴുങ്ങിപ്പോയ വാക്കുകളാ അമ്മ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ സത്യമ്മ, ഭാമയോട് ഞാൻ സംസാരിച്ചോളാം. പക്ഷെ ആദ്യം നിന്റെ സമ്മതാ വേണ്ടത്. എന്താ മോക്കൊന്നും പറയാനില്ലേ? അത് ഇവക്ക് സമ്മതം ഒരാകേട്ടാ. എങ്കിൽ നീ ഭാമയോട് സംസാരിക്കാം. ആന്റി തലവേദനയായിട്ട് കിടക്കുക. അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. ഞാൻ പോയിട്ട് അമ്മയെ വിളിച്ചോണ്ട് വരച്ച. ആ ശരി മോനെ, ആ ചെല്ലു. മോനെ, എന്താ നീ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്താ മോനെ? അല്ല, അമ്മയും കൂടി എന്റെ കൂടെ വന്നാലേ. അയ്യോ, ഞാനോ? കുഴപ്പമില്ല, പോയിക്കോ. വരും. അതെ, അമ്മ ഇവിടെ നിന്നാ മതി. ഞാൻ അകത്ത് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. അമ്മേ, 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 അമ്മ ക്ഷമിച്ചേക്കണേ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. പ്ലീസ്, സോറി. അമ്മേ, എന്താടാ? ശാരദാമ്മ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? അമ്മയുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താണെന്നാ ചോദിച്ചത്? അത് ശാരദാമ്മ ജോത്സ്യനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചെന്നാ പറഞ്ഞേ. എന്തിന്? എന്റെയും ശാലിനിയുടെയും ദാമ്പത്യം തുടങ്ങാനുള്ള മുഹൂർത്തം ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസം ഇന്നാണത്രേ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്നായാലും നടക്കേണ്ടതല്ലേ? അല്ല, ഇന്നാണ് ഏറ്റവും നല്ല മുഹൂർത്തമെങ്കിൽ ഇന്ന് തന്നെ നടക്കട്ടെ.
അപ്പോ ഞാനും ശാലിനിയും ശാരദാമ്മയ്ക്കൊപ്പം പോയിക്കോ. അമ്മ ഇതൊരു സന്തോഷ വാർത്തയല്ലേ? അപ്പൊ അമ്മ തന്നെ ഈ വിവരം ശാരദാമ്മയോട് പോയി പറഞ്ഞ നന്നായിരുന്നു. വേണ്ട വേണ്ട, ഞാൻ തലവേദനയ്ക്ക് ടാബ്ലറ്റ് കഴിച്ചു കിടക്കാണെന്ന് ശാരദാമ്മയോട് പറഞ്ഞാൽ മതി. ഓ ശരി അമ്മേ. ഈശ്വര, അല്ലെങ്കിൽ വേണ്ട, ഓവറാക്കണ്ട. പോട്ടമ്മ. സോറി. എന്റെ അമ്മ ക്ഷമിച്ചേക്കണേ. അല്ല, അമ്മ പറഞ്ഞേ. വേണ്ട മോനെ, സത്യമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്നാ നമുക്ക് പോവല്ലേ? എനിക്ക് സത്യമ്മ ഒന്ന് കാണാൻ. അയ്യോ, അത് വേണോ? വേണം, ഞാനൊന്ന് കണ്ടോട്ടെ. ഉറങ്ങ. വിഷ്ണുമോനെയും ശാലിനിയും ഞാൻ കൊണ്ടുപോവുക. കുട്ടികളുടെ നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അമ്മ ടാബ്ലറ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നേ. നമുക്ക് ശല്യപ്പെടുത്താതെ പോവാം. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? വാ. വാ മോനെ. എന്തായമ്മേ? സത്യമ്മ എന്തു പറഞ്ഞു? സത്യമ്മ സമ്മതിച്ചു. സമ്മതിച്ചെന്നോ? ആടി, സത്യമ്മ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് എന്താടി ഒരു തെളിച്ചമില്ലാത്ത? സത്യാമ്മ സമ്മതിച്ചെന്നത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. അമ്മ ശരിക്കും കേട്ടോ? എന്റെ ചെവി അത്ര പൊട്ടയൊന്നുമല്ല. സത്യാമ്മ വിഷ്ണുമോനോട് സംസാരിക്കുന്ന കേട്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സത്യാമ്മ സമ്മതിച്ചു എന്ന് മാത്രമല്ല, നിന്നെയും വിഷ്ണുമോനെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാനും പറഞ്ഞു. അമ്മേ, സത്യം? ഇനി ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കാതെ ശാരദാമ്മയോടെ പോകാൻ നോക്കുമോളെ. ഭാമ സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ? പോവാ മോളെ. അമ്മയോടെ നിൽക്ക്, ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ശരി.